നിങ്ങൾ അച്ഛൻ്റെ കാര്യം ശ്രദ്ധിക്കുക. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം എനിക്കറിയാം. അപ്പൊ ഇതുവരെ ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്നുകൊണ്ട് സാധുഭായിക്ക് വേണ്ടി പണിയെടുക്കരുന്ന ACP ആദി. ഐ കോണ്ട് ബിലീവ് ഇറ്റ്. ബാദ്ഷാ പോലീസിനെ കൊന്നുവെന്ന് ആദ്യം പറഞ്ഞ നുണയാണ്. അവൻ തന്നെയാണ് കുറ്റവാളി എന്നതിനുള്ള തെളിവ്. സർ, നിങ്ങൾ തന്ന ലിസ്റ്റിലെ എല്ലാ ഗാങ്സ്റ്റേഴ്സിനും ഞാൻ ഇതിനോടകം ട്രേസ് ചെയ്തു. ഫൈനൽ ടാർഗറ്റായി സാധുഭായിലേക്ക് റീച്ച് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നടത്തിയ പ്ലേയിൽ പോലീസ് ലിസ്റ്റിൽ ഞാൻ കുറ്റവാളിയായിരിക്കുകയാണ്. നീ പറഞ്ഞത് എനിക്ക് വിശ്വാസമാണ്, പക്ഷെ ഡിപ്പാർട്ട്മെന്റിനെ എങ്ങനെ വിശ്വസിപ്പിക്കും? ആൻഡ് വൺ മോർ തിങ്, ആദ്യം എന്റെ നീസിനെ കല്യാണം കഴിക്കാൻ പോവുക. എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞു. എന്റെ ബ്രദറിലോ ഹൈദരാബാദ് സിറ്റി പോലീസ് കമ്മീഷണർ. ഞങ്ങളുടെ ഫാമിലികൾ തമ്മിൽ പിണക്കത്തിലുമാണ്. ഈ സ്ഥിതിയിൽ ആദ്യയെപ്പറ്റി പറഞ്ഞ് അയാളെ വിശ്വസിപ്പിക്കാനാവില്ല. എന്നാലും അവനെ വിടാൻ പാടില്ല. ആദ്യം അവൻ ഡിപ്പാർട്ട്മെന്റിന് ദ്രോഹം ചെയ്തു. ഇപ്പോഴവൻ എന്റെ നീസിന്റെ ജീവിതം കൂടി നശിപ്പിക്കാൻ പോവുക. We have to kill that bastard. നോ സർ, സാധുഭായെ പിടികൂടാൻ നമുക്കുള്ള ഏക സോഴ്സ് ACP ആദിയാണ്. അവൻ നമ്മളോട് ചെയ്ത പോലെ ഒരു റിവേഴ്സ് നാടകം കളിച്ച് വേണം സാധുഭായെ പിടികൂടാൻ. അങ്ങനെ ആദിയിൽ നിന്ന് നിങ്ങളുടെ നീസിനെയും രക്ഷിക്കാം. എന്നാൽ എങ്ങനെ? അതിനെന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട് സർ. പോലീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഒരു ബന്ധമില്ലാത്ത നീ എങ്ങനെ ഈ റിസ്ക് എടുക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്നാലും നീ നിന്റെ ലക്ഷ്യം സാധിക്കും. താങ്ക് യു സർ. ഇപ്പൊ നിങ്ങളുടെ നീസ് എവിടുണ്ട്? മിലാൻ. അങ്ങനെ ഒരു ഉദ്ദേശത്തോടെ ഇറ്റലിയിലെത്തിയ ബാദ്ഷാ ജാനകിയുമായി പ്രണയത്തിലായി. ചേച്ചിയുടെ വെഡിങ് കാർഡ്സ് വളരെ ഭംഗിയായിട്ടുണ്ട് ഡാഡി. കാർഡ് മാത്രമല്ല മോളെ, കല്യാണവും വളരെ ഗംഭീരാക്കാനാ പ്ലാൻ. ഡാഡി, മമ്മി വിളിച്ചിരുന്നു. ഒരു വലിയ ചെലവ് വരുന്നുണ്ട്. അവൾ അങ്ങനെയൊക്കെ പറയും. കല്യാണത്തിന് 3 മാസം മുമ്പേ പോണോളാ. അവക്കുള്ള ഷോപ്പിംഗ് ഒക്കെ ഞാൻ ചെയ്യണോന്നാ. മോളെ ജാനകി, ഷോപ്പിംഗിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഒക്കെ പെട്ടെന്ന് തീർത്തോ. 2 ദിവസം കഴിയുമ്പോൾ ഇന്ത്യയിലേക്ക് പുറപ്പെടേണ്ടതാ. ചേച്ചി, കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് ഞങ്ങൾ ഇവിടെ എക്സൈറ്റഡ് ആയിരിക്കുന്നു. ചേച്ചി എന്തെങ്ങനെ ഡള്ളായിരിക്കുന്നത്? കല്യാണമായ ചില പെൺകുട്ടികൾ ഇങ്ങനെയാ. പ്രേമമൊക്കെ ഉപേക്ഷിക്കേണ്ടി വരികയെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ലല്ലോ. കുറച്ച് കഠിനം തന്നെയാ. എന്തിനാണ് ഇത്ര ഹരിബരൊന്നുമല്ല, ഇവിടെ തീ പിടിച്ചിരിക്കുക. ജാനകിയുടെ മാരേജ് ഫിക്സ് ചെയ്തു. സൈഡ് ക്യാരക്ടറായി എനിക്ക് ഇത്ര വിഷമം ഉണ്ടാവുമെങ്കിൽ മെയിൻ ക്യാരക്ടറായി നിങ്ങൾക്ക് എന്ത് വിഷമം ഉണ്ടാവുമെന്ന് ഞാൻ ആലോചിക്കുന്നു. ബോസ് പിന്നെ സൂയിസൈഡ് ചെയ്യാൻ പോയോ? രാംരാജ്, രാംരാജ്, രാംരാജ്! ഐ ആം സോറി. ജാനകി വിട്ട് രാമൻ പോവില്ല. ലവ് യു ടു. എന്താടാ ഇത്? പ്രേമെന്ന് പറയുമ്പോഴേക്കും കെട്ടിച്ചേരാൻ എന്റെ ഏട്ടനത് അമ്പലപൂജാരിയ? പോലീസ് കമ്മീഷണറാ. എൻകൗണ്ടർ ചെയ്ത് കളയും. പ്രേമിച്ചതിന് എന്നെ എൻകൗണ്ടർ ചെയ്യുകയാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് പോലീസ് ഓഫീസറെ പറ്റിച്ച് നിങ്ങളെയും ചെയ്യേണ്ടി വരും. നിങ്ങളെ മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിക്കേണ്ടതാ. മര്യാദയ്ക്ക് പെണ്ണ് ചോദിക്കാതെ എന്നെ ഭയപ്പെടുത്തിട്ടെന്താ? വിരട്ടിയാലൊന്നും കാര്യം നടക്കില്ല. നിങ്ങൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യിക്കാതെ അങ്ങനെ പോയി കൺവിൻസ് ചെയ്യാൻ നോക്ക്. ആ വീട്ടിലുള്ള മൊത്തം ആളുകൾ ഇപ്പൊ പോലീസിലല്ലേ? എന്തിനേറെ പറയുന്നു, ഞങ്ങളുടെ വീട്ടിൽ പത്രം ഇടുന്നവനും പാല് തരുന്നവനും പൂന്തോട്ടം നനയ്ക്കുന്നവനും ഒക്കെ പോലീസിലായി പോവും. അങ്കിൾ, ജാനകിയുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച എനിക്ക് നിങ്ങളുടെ അനിയനെ കൺവിൻസ് ചെയ്യാൻ ഒരു പ്രയാസവും. അതെ ലേച്ച, രാംരാജിന് ഇതൊക്കെ വളരെ എളുപ്പമാ. ഈവനിംഗ് ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് കൂടി കൺഫേമാ. അപ്പൊ എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞല്ലേ? എന്നാ പിന്നെ ചലോ ഇന്ത്യ. 2000 കിലോഗ്രാം RDS ഉള്ള നമ്മുടെ കണ്ടെയ്നർ ഇന്ത്യയിൽ റീച്ച് ആയിട്ടുണ്ട്. ഈ മാസം 20ന് ഹൈദരാബാദിൽ വേൾഡ്സ് മോസ്റ്റ് VIPs വരുന്നുണ്ട്. ഓൺ ദാറ്റ് സെയിം ഡേ ഹൈദരാബാദിൽ ഒരു ബോംബ് ബ്ലാസ്റ്റ്. ഡൽഹി, ബോംബെ, കൽക്കട്ട, അഹമ്മദാബാദ്, ബാംഗ്ലൂർ, ഓൾ മേജർ സിറ്റീസിലും നമുക്ക് ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാക്കണം. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യ ഒരു ടെററിസ്റ്റ് കൺട്രിയായി മാറണം. ഇന്ത്യയിലേക്ക് പിന്നെ ആരും ഇൻവെസ്റ്റ് ചെയ്യാൻ വരില്ല. രൂപയുടെ മൂല്യം തകരും. എക്കണോമി ഒരിക്കലും തിരിച്ചു കയറാൻ പറ്റാത്ത വിധം തകരും. ഭായ്, അതുകൊണ്ടൊക്കെ നമുക്കെന്ത് ഗുണമാ? അനവധി കോടികൾ. വെരി ഗുഡ്. ഇന്ത്യയിൽ നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഗ്യാങ്ങിനോട് അലേർട്ട് ആയിരിക്കാൻ പറ. നിങ്ങളും പെട്ടെന്ന് ഇന്ത്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്തോളൂ. അവിടെയുള്ള ACP ആദ്യം എല്ലാ സഹായം ചെയ്യും. വി വിൽ സ്റ്റാർട്ട് വിത്ത് ഹൈദരാബാദ്. What nonsense is this? ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസേഴ്സ് കൊടുക്കുന്നതിന് വേണ്ടി സ്പെഷ്യലായിട്ട് പ്രിന്റ് ചെയ്ത ഈ കാർഡിൽ എങ്ങനെ ഇത്ര മിസ്റ്റേക്ക്? നിങ്ങളെയൊക്കെ വിശ്വസിച്ച് ഇത്ര വലിയ കല്യാണം നടത്തുമ്പോൾ ഇനി എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവും? എന്താ എല്ലാരും സൈലന്റ് ആയിരിക്കുന്നേ? ഇൻവിറ്റേഷൻ കാർഡിനെ കുറിച്ച് എന്താ ഇഷ്ടമായില്ലേ? വളരെ ഇഷ്ടായി. ആരിതൊക്കെ ചെയ്തെന്ന് അമ്മ ചോദിച്ചു. നീ ഇത് പറഞ്ഞില്ലേ? നീ ഇതൊന്നും പറയത്തില്ലല്ലോ. ഞാനാണ് ആ കാർഡ് പ്രിന്റ് ചെയ്യിപ്പിച്ചളിയ.
അപ്പൊ ഇത് നിന്റെ ക്രിയേഷൻ ആണല്ലേ? അതേളിയാ, അതിന്റെ കളറ്, കോൺസെപ്റ്റ്, മാർക്ക്, ഡിസൈൻ എല്ലാം എന്റേതാ. അപ്പൊ എന്റെ പേരിന് മുമ്പുള്ള ഇനിഷ്യൽ എവിടെയാണ്? പേരിന് ശേഷമുള്ള ഡിഗ്രി എവിടെയാണ്? അത് ഞാൻ എടുത്തു കളഞ്ഞു. ഡോക്ടർ ജയകൃഷ്ണ സിംഹ IPS MA BA അതിനൊരു സെക്സ് ഫീലിംഗ് അല്ലളിയാ. അതുകൊണ്ട് സിമ്പിളായി ജയകൃഷ്ണ സിംഹ. അതൊരു ഹോമിലി ടച്ച് അല്ലേ, അതുകൊണ്ടാണ് ഞാനത് എടുത്ത് കളഞ്ഞത്. നീ എങ്ങനെ എടുത്തിട്ടുള്ളത്? എന്റെ സ്വർഗസ്ഥനായ പിതാവ് അപ്പുണ്ണി പാതി ഭക്ഷണം കഴിച്ച് മുണ്ടു മുറുക്കി കൊടുത്തു. സൈക്കിളിൽ അയച്ച് പഠിപ്പിച്ച് ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത എന്റെ ഡിഗ്രി നിനക്ക് എങ്ങനെ എടുത്ത് കളയാൻ പറ്റൂടാ? അറിവുമാടെ അടയ്ക്കാക്കുരുവി, അധിക പ്രസംഗി, തന്തയില്ലാത്തവനെ. അമ്മ. ചേട്ടാ. എന്തോന്ന് ചേട്ടാന്ന്? നിന്റെ മുഖം കണ്ടിട്ടില്ല ഇന്റർമീഡിയറ്റ് പോലും പാസ്സാകാത്ത ഇവനെ ഡിപ്പാർട്ട്മെന്റിൽ എടുത്ത്. നിന്നെ ഒരാളെ വിചാരിച്ച ഇല്ലെങ്കിൽ ഡിഗ്രിയുടെ സ്പെല്ലിംഗ് പോലും അറിയാൻ പാടില്ലാത്ത ഇവനെ ഞാനൊന്നും പറയുന്നില്ല. ആട്ടുംകാട്ടം കൂർക്ക കിഴങ്ങും തിരിച്ചറിയാൻ പാടില്ലാത്ത കൂശുമാട്ടം, വിവരം കെട്ടവൻ. നിനക്ക് വല്ലയിടത്ത് പോയി ചാകാൻ പാടില്ലായിരുന്നോ? ചേച്ചേ കണ്ടില്ലേ മോളെ, ആഫ്റ്റർ ഓൾ വെഡിങ് കാർഡിൽ ഡിഗ്രി മിസ്സായിപ്പോ എന്ന് പറഞ്ഞ് വേൾഡ് വാർ ഉണ്ടാക്കുന്ന ഒരാള് ചെറുക്കനെ മാറ്റണമെന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്ക്. അതൊക്കെ നടക്കും ഇളയച്ച. എനിക്ക് രാംരാജിലെ വിശ്വാസമുണ്ട്. ഐ എം ഗൗതം, ചേതന ഗോൾഡ് കമ്പനിക്ക് വേണ്ടി പുതുതായി വന്ന കൾച്ചറൽ ഹെഡ്. കഴിഞ്ഞ 3 വർഷങ്ങളായി ഞങ്ങളുടെ സെലിബ്രേഷൻ നടന്നിരുന്നത് ലഹരി റിസോർട്ടിൽ വെച്ചായിരുന്നു. ഫോർ എ ചേഞ്ച് ഇത്തവണ പ്രഗതി റിസോർട്ടിൽ വെച്ചാവാമെന്ന് ഞങ്ങളുടെ എംപ്ലോയീസ് തീരുമാനിച്ചിരിക്കുകയാണ്. ഫോർ എ ചേഞ്ച് ഞങ്ങൾ തന്നെ തീരുമാനിച്ചു. ഫിക്സ് ചെയ്തതിന് മുന്നേ ഞങ്ങളുടെ ഫീലിംഗ് ഒന്ന് മാനിക്കണ്ടേ? ഞങ്ങളുടെ എംപ്ലോയീസിന്റെ തീരുമാനം അതല്ലേ? പ്രഗതി റിസോർട്ടാണ് ബെറ്റർ. നിങ്ങൾ എന്താ പറയുന്നത്? ഞങ്ങൾ ബുക്ക് ചെയ്ത് പോയതല്ലേ? ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യേ. എന്താ കമ്മീഷൻ പോകുന്നുള്ള ഭയമാ? ബിസിനസ്സുകാർ പറയുന്ന വർത്തമാനോ താൻ പറയുന്നത്? ഓക്കെ റിസൾട്ട് മാറ്റാൻ പറ്റുമോ ഓവർ ആക്ഷൻ കാണിച്ചാൽ? ഇത് നല്ല ചോദ്യമാ. ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത്ര സ്ട്രെയിൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? സാറേ, ആളത്ര ശരിയല്ലെന്ന് തോന്നുന്നു. അത് മനസ്സിലായി. എന്താ കുശുകുശുക്കുന്ന? പേയ്മെന്റിന്റെ ഡീറ്റെയിൽസ് പറ. കഴിഞ്ഞ വർഷം 4 ലക്ഷമായിരുന്നു, ഇപ്പൊ റേറ്റ് കൂടിയിരിക്കുക. 5 ലക്ഷം വേണമെന്നാ മാഡം പറയുന്നത്. 10 ലക്ഷോ? അത് അധിക. 8 ലക്ഷമാണ് ഈ ഓക്കെ. ഇയാടെ ചെവിയുടെ ഡിഫക്റ്റ് നമുക്ക് പ്രോഫിറ്റ്. രഹസ്യം പറഞ്ഞുകൊണ്ട് നിൽക്കാതെ തുക ഫിക്സ് ചെയ്യേ. ഓക്കെ ഓക്കെ ഓക്കെ. 8 ലക്ഷം ഞങ്ങൾക്ക് ഓക്കെയാ. എന്താണ് ഓക്കെ? ഇഡിയറ്റ്. നോക്കൂ, എന്റെ പേയ്മെന്റ് 5 lakhs, 5 ലക്ഷം. ഡീൽ ഓക്കെ ആയിട്ടും ഡിസ്കൗണ്ട് തരുന്ന നിങ്ങളുടെ മഹാമനസ്കത എനിക്ക് വളരെ ഇഷ്ടമായി. ഈവനിങ്ങിൽ അഡ്വാൻസ് കൊടുത്തയക്കാം. ഓക്കെ അമ്മ. ആയിക്കോട്ടെ. നീ ഇനി മാറത്തില്ലേ? ഈ ബിസിനസ്സിലെ ആളുകളെ പിഴിഞ്ഞാലേ നമുക്ക് ലാഭം ഉണ്ടാവുള്ളൂ. ഇവിടെ സത്യത്തിനൊരു വിലയില്ല. വിശ്വസിച്ചവരെ ചതിക്കരുത് ചേട്ടാ. പറഞ്ഞത് കറക്റ്റ് ആമേ. ഏയ്, എന്താണ് ഇത് പറയാതെ പെട്ടെന്ന്? ഒരു വലിയ സർപ്രൈസ് ആയിക്കോട്ടെ. സുഖമാണോ മോനെ? സുഖമാവാ. ആട്ടെ, ഇതാരാ? ഇതെന്റെ ഫ്രണ്ടാ. ബോർണാണെങ്കിലും നല്ലവനാ. ചെന്ന് ഫ്രഷ് ആയിട്ട് വാ, ഫുഡ് കഴിക്കാം. പുതിയ ബിസിനസ്സോ? എന്താണത്? വെഡിങ് ഡിസൈനിങ്. നിനക്കതിൽ എക്സ്പീരിയൻസ് ഇല്ലല്ലോ, പിന്നെങ്ങനാ? അമ്മ ചെയ്യുന്ന ഈവന്റ് മാനേജ്മെന്റ് എങ്ങനെയാ? എങ്ങനെയാണെന്നോ? ഒക്കേഷന് പറ്റിയ ഡെക്കറേഷൻ, ടേസ്റ്റിന് പറ്റിയ ഐറ്റംസ്, കണ്ടു രസിക്കാൻ കൾച്ചറൽ പ്രോഗ്രാംസ്, ഇതെല്ലാം ചേർത്ത് ഒരു ഇവന്റ് ആയിട്ട് ചെയ്താൽ വെഡിങ് ഡിസൈനിങ്. അതെ ആന്റി, മാരേജിന് വേണ്ടി കോടികൾ മുടക്കാനും തയ്യാറാ പലരും. അത് ശരി. പക്ഷെ നിന്നെ വിശ്വസിച്ച് മാരേജ് കോൺട്രാക്ട് ആര് തരും? വിശ്വസിച്ച് തരാൻ ആളുണ്ട്. കമ്മീഷണർ സാർ, നിങ്ങളുടെ വീട്ടിലെ ഓരോ ഫംഗ്ഷനും എന്റെ കയ്യിൽ നിന്നാണ് സ്വർണം വാങ്ങിക്കാറ്. ആ ബന്ധം കൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ മാരേജിന് ഈ വെഡിങ് പ്ലാനർ കറക്റ്റാ. ഓക്കെ സെഡ്ജി, നിങ്ങൾ ഇത്രയും നിർബന്ധിക്കുന്ന സ്ഥിതിക്ക് ഞാൻ എന്റെ സ്റ്റൈലിൽ നിന്ന് ടെസ്റ്റ് ചെയ്തോട്ടെ. ആ പയ്യനെവിടെ? വന്നു. നമസ്കാരം ചേട്ടെ. എന്താ വിളിപ്പിച്ചേ? ഞാൻ പറയാം. എന്റെ പേര് സുബ്രഹ്മണ്യം, കമ്മീഷണർ ഓഫീസിലെ സെക്ഷൻ ഓഫീസർ. അച്ഛാ, കമ്മീഷണർ മകളുടെ മാര്യേജ് വളരെ ഗംഭീരമായിട്ട് നടത്താൻ പരിപാടി. ആ ജോലി എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ബജറ്റ് നോ ലിമിറ്റ്. സേട്ട് നിങ്ങളെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വന്നാൽ നിങ്ങൾക്കും ബെനിഫിറ്റ്, എനിക്കും ബെനിഫിറ്റ്. എന്ന് വെച്ചാ കല്യാണ മണ്ഡപത്തിന് 10 ലക്ഷം, 20 ലക്ഷം കോട്ട് ചെയ്യാം. പ്രോഫിറ്റിൽ നിങ്ങൾക്കും 50, എനിക്കും 50. ഭക്ഷണത്തിന് 1000, 2000 കോട്ട് ചെയ്യുക. നിങ്ങൾക്ക് 50, എനിക്കും 50. ഫ്ലവർ ഡെക്കറേഷൻ 5 ലക്ഷം, 10 ലക്ഷം കോട്ട് ചെയ്യുക. നിങ്ങൾക്ക് 50, എനിക്കും 50. അതുകൂടാതെ മുബൈ ഖാൻ്റെ ഡാൻസ് പ്രോഗ്രാം, അതിന് 10 ലക്ഷം കോട്ട് ചെയ്യുക. നിങ്ങൾക്ക് 50, എനിക്കും 50. എങ്ങനെയുണ്ട്? ചെരുപ്പൂരി ചെപ്പക്കടിക്കാൻ ഞാൻ എഴുന്നേക്കടോ. കമ്മീഷണർ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ട് കമ്മീഷൻ അടിക്കാൻ നോക്കുന്നോടോ ഏരപ്പാളി. ദോ, ശരിക്കും കല്യാണം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ എനിക്ക്? അത് വെറുതെ CD-യിൽ എടുക്കേണ്ടതല്ല, ഹൃദയത്തിൽ ഉണ്ടാവേണ്ടതാ. മണ്ഡപം എന്ന് പറയുന്നത് ദേവാലയം കണക്കാ. കല്യാണ സദ്യ കൊടുക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ തനിക്ക്? കഴിച്ച് തൃപ്തിയാവുന്നവര് മനസ്സ് നിറഞ്ഞ് ആശീർവദിക്കാനാ. ഇതുവെല്ലാം പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവോ? കഴുതയ്ക്കറിയാമോ കർപ്പൂരത്തിന്റെ വാസന? മാത്രമല്ല കല്യാണത്തിന്റെ ഐറ്റം ഡാൻസ് നടത്തണം. അത് വല്ല ചീപ്പ് ഡയറക്ടർമാരോടും പോയി പറ. സേട്ടോ, ആ കമ്മീഷണർക്ക് ഫോൺ ചെയ്തേ, ഇയാളെ കമ്മീഷൻ നിന്ന് പൊളിക്കണം. അതിന്റെ ആവശ്യമില്ല, ഇങ്ങേര് തന്നെ കമ്മീഷണർ. നിങ്ങൾ കമ്മീഷണറോ? സർ, സോറി സർ, എനിക്ക് തെറ്റൊന്നുമില്ല. അത് നിന്റെ ക്യാരക്ടർ എനിക്ക് വളരെ ഇഷ്ടമായി. സേട്ട്, നല്ല പയ്യനെ നിങ്ങൾ സജസ്റ്റ് ചെയ്തു. ഐ അപ്രീഷിയേറ്റ് യു. മാരേജ് കണ്ടക്ട് ചെയ്യുന്ന ഈ പയ്യൻ തന്നെ. ലുക്ക് ജെന്റിൽമാൻ, ഞാൻ കമ്മീഷണറാണെന്ന് വിചാരിച്ച് നീ നെർവസ് ആകേണ്ട. പ്രോഗ്രാം നന്നായിട്ട് ഈ പേരെടുക്കാൻ നോക്കുക. ഷുവർ സർ. മറ്റു കാര്യങ്ങളൊക്കെ സേട്ടിനോട് സംസാരിച്ചാൽ മതി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഞാൻ വരട്ടോ? ശരി സാർ. താങ്ക് യു വെരി മച്ച് സേട്ടോ. റാം, നിന്റെ അമ്മയോടുള്ള വിശ്വാസവും നിന്നോടുള്ള സ്നേഹവും കൊണ്ട് ഞാനിത് അറേഞ്ച് ചെയ്തതാ. അത് ഭംഗിയാക്കണം.
അത് ഞാൻ വിളിച്ചോളാം. മാരേജ് അടിപൊളിയാക്കി മൊത്തം ശരിയാക്കി